നമസ്തേ. മുനമ്പം ഭൂമി പ്രശ്നം ശക്തമായപ്പോഴാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വഖഫ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. വഖഫ് ബിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ശരിക്കും എന്താണ് വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നറിഞ്ഞിട്ട് തന്നെയാണോ ശബ്ദമുയർത്തുന്നത്? നിലവിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് അറിയാമോ? ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫാക്കാം. ശ്രദ്ധിക്കുക, വാക്കാൽ വഖഫാക്കാം. അങ്ങനെ ചെയ്താൽ ഇന്ന് ഞാനും നിങ്ങളും ഉറങ്ങുന്ന വീട് പോലും തങ്ങളുടേതാണെന്ന അവകാശവാദം അവർ ഉന്നയിച്ചാൽ അതിനു മുകളിൽ ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അമ്പലങ്ങളും അഗ്രഹാരങ്ങളും വരെ വഖഫിൻ്റെതാണ് എന്ന അവകാശവാദം. ഇത് പുറത്തു വന്നിട്ടും മതപരമായ കാര്യങ്ങളിൽ BJP സർക്കാർ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് വഖഫ് സംഭവത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ആരോപണം ഉന്നയിച്ചത്. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ നിയമം എങ്ങനെ ഇവർ അനുകൂലിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിൽ എന്ത് അജണ്ടയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതും ചോദ്യമാണ്. എന്തുകൊണ്ടാണ് തൊട്ടതും ചിന്തിച്ചതും തീരെഴുതി കിട്ടാനുള്ള നിയമം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്തത്? കോൺഗ്രസ് കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയിലൂടെ വ്യക്തിഗത സ്വത്ത്, സർക്കാർ ഭൂമി, ക്ഷേത്രഭൂമി, ഗുരുദ്വാരകൾ തുടങ്ങി നിരവധി ഭൂമി കൈയടക്കാൻ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരമുണ്ടായിരുന്നു. തുടക്കത്തിൽ വഖഫ് ബോർഡുകൾക്ക് ഇന്ത്യയിലുടനീളം ഏകദേശം 52,000 സ്വത്തുകൾ ഉണ്ടായിരുന്നു. 2009 ആയപ്പോഴേക്കും 3 ലക്ഷം രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുകൾ ഉണ്ടായി, അതായത് 4 ലക്ഷം ഏക്കർ. 2024 ആയപ്പോൾ 8 ലക്ഷം ഏക്കർ ഭൂമിയിലായി 8,72,292 രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളുണ്ടായി, അതായത് വെറും 13 വർഷത്തിനുള്ളിൽ വഖഫ് ഭൂമി ഇരട്ടിയായി. ഈ രീതി തുടർന്നാൽ നാളൊരു സമയം ഇന്ത്യ മഹാരാജ്യം നമുക്ക് അന്യമാകുമെന്ന് കേന്ദ്ര സർക്കാരിന് തിരിച്ചറിവുണ്ടാകുന്ന നിരവധി സംഭവങ്ങളും അരങ്ങേറി. അതിലൊന്നായിരുന്നു അവിനാശി കേസ്. അവിനാശി കേസിൽ റവന്യൂ രേഖകൾ പ്രകാരം 1996 ചെയ്വൂരിലെ ദേവേന്ദ്ര നഗറിൽ 6.3 ഏക്കറിലധികം ഭൂമിക്ക് ദേവേന്ദ്രകുല വെള്ളാളർ സമുദായത്തിൽ നിന്നുള്ള 216 പേർക്ക് സൗജന്യ പട്ടയം നൽകി. എന്നാൽ വഖഫ് ബോർഡ് അവിനാശി, തൊട്ടിപ്പാളയം എന്നിവിടങ്ങളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും തിരുപ്പൂർ ജില്ലയിലെ ജോയിന്റ് 1, ജോയിന്റ് 2 സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും അയച്ച കത്തിൽ അവിനാശിയിലെയും തിരുപ്പൂരിലെയും ചില സർവേ നമ്പറുകളിലായി 93ഓളം സ്വത്തുക്കൾ വഖഫ് സ്വത്തുക്കളായി അവകാശപ്പെട്ടിരുന്നു. 1500 വർഷം പഴക്കമുള്ള മനേന്തിയവള്ളി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രത്തിലെ ഭൂമി, ദേവഭൂമി ദ്വാരകയിലെ ബെഡ് ദ്വാരകയിലെ 2 ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം, അങ്ങനെ പോകുന്നു ക്ഷേത്രഭൂമിയിൽ ഉൾപ്പെടെയുള്ള വഖഫിന്റെ അവകാശവാദങ്ങൾ. ശരിക്കും എന്താണ് വഖഫ്? എന്താണ് വഖഫ് നിയമ ഭേദഗതി ബിൽ? എന്താണ് ഇവരുടെ അധികാര പരിധി? വിശദമായി തന്നെ അറിയാം. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത്. തടഞ്ഞു വയ്ക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്ന അർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. വ്യക്തിഗത വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ. വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായും സാമൂഹ്യ ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, വഖഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം, തർക്കപരിഹാരം തുടങ്ങിയവയാണ് വഖഫ് കൗൺസിലിന്റെ ചുമതല. കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണലുകൾ. ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാകും. വഖഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം. സിവിൽ കോടതിക്കുള്ള അധികാരങ്ങൾ ഈ ട്രൈബ്യൂണലിനുമുണ്ട്. ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമവും കക്ഷികൾക്ക് ബാധകവുമാണ്. ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമെന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട്. ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 3 അംഗങ്ങളുണ്ടാകും. ചെയർപേഴ്സൺ ജുഡീഷ്യൽ ഓഫീസറായിരിക്കും. ക്ലാസ് 1 കുറയാത്ത റാങ്കുള്ള ജില്ലാ സെഷൻസ് സിവിൽ ജഡ്ജ്, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരാണ് ട്രൈബ്യൂണലിൽ ഉണ്ടായിരിക്കുക. 2024 1995 വഖഫ് നിയമത്തിലെ 44 വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഇത് വഖഫ് ബോർഡുകളുടെ അധികാരപരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫാക്കാം. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ കഴിയൂ. ഭാവിയിൽ തർക്കങ്ങളുണ്ടായാൽ മതിയായ തെളിവുണ്ടാവില്ല എന്നതുകൊണ്ടാണിത്.
കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയും. എന്നാൽ ഭേദഗതി നടപ്പായാൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും. ലോക്സഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കുകയും രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി നിയമമാവുകയും ചെയ്യുകയാണ്. പുതിയ ബിൽ യാഥാർത്ഥ്യമാകുന്നതോടെ വഖഫ് നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ വരും. ക്ഷേത്രം, ക്രിസ്ത്യൻ ആരാധനാലയം, ആദിവാസി ഭൂമി, പുരാവസ്തു, സർക്കാർ ഭൂമി ഇതൊന്നും വഖഫ് ഭൂമിയാകില്ല. ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായ 2 പേരും ഉണ്ടാകും. തർക്കങ്ങളിൽ തീരുമാനം ജില്ലാ കളക്ടർ എടുക്കും. നിലവിലെ കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വഖഫ് ബോർഡ് അമിതാധികാരം നിർത്തലാക്കി വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യം ചെയ്യൽ, ഭരണം എന്നിവയിൽ സങ്കീർണതകൾ ഒഴിവാക്കി സുതാര്യത ഉറപ്പാക്കലാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ പിന്നാക്ക വിഭാഗമായ പസ്മന്തകൾ തുടങ്ങിയവർക്കും മുസ്ലിം സ്ത്രീകൾക്കും വഖഫ് ഭരണത്തിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നു. വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിൽ നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തും. പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാൽ, ആർക്കും വഖഫ് നൽകാമെന്നത് ഒഴിവാക്കി ഇസ്ലാം മതം 5 വർഷമെങ്കിലും ആചരിച്ചവർക്ക് മാത്രമേ കഴിയൂ എന്ന് ഭേദഗതി ചെയ്തു. വഖഫ് സ്വത്തായി മാറ്റും മുൻപ് സ്ത്രീകൾക്ക് അവരുടെ പിന്തുടർച്ചാവകാശ പ്രകാരമുള്ള സ്വത്ത് നൽകണം. മുസ്ലിം സമുദായത്തിലെ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അനാഥർ എന്നിവർക്ക് സ്വത്ത് ലഭിക്കുന്നത് ഉറപ്പിക്കാൻ പ്രത്യേക വ്യവസ്ഥ. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡിലും 2 വീതം അമുസ്ലിമുകൾ അംഗങ്ങളാകാം. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡിലും 2 പേർ വീതം അംഗങ്ങൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളായിരിക്കണം. ഷിയ, സുന്നി, പിന്നാക്ക വിഭാഗങ്ങളിലെ മുസ്ലിമുകൾ, ബൊഹ്റ, അഗാഖാനി വിഭാഗങ്ങളിലുള്ളവർക്ക് സ്റ്റേറ്റ് ബോർഡുകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. പുതിയ നിയമം പ്രാബല്യത്തിലായി 6 മാസത്തിനകം മുത്തവല്ലികൾ, അതായത് കെയർടേക്കർമാർ, വഖഫ് സ്വത്തുക്കൾ കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വഖഫ് ആണോ സർക്കാർ ഭൂമിയാണോ എന്ന് തർക്കമുയർന്നാൽ ജില്ലാ കളക്ടർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കണം. പ്രതിവർഷം 1 ലക്ഷം രൂപയിലധികം വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ നിയമിച്ച ഓഡിറ്റർമാരുടെ ഓഡിറ്റിംഗിന് വിധേയമാകണം. ഇതിനെല്ലാം പുറമെ ഒരു ഗ്രാമത്തെ മുഴുവനായി വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട്.